വെറും 31,000 കിലോമീറ്റർ ഓടിയ ക്രിസ്റ്റ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളിലുണ്ട്. അതും ഓട്ടോമാറ്റിക് ഡീസൽ GX വാഹനം. ഇതിപ്പോൾ നിലവിൽ ഒരിടത്തും കിട്ടാത്തൊരു വാഹനമാണ്. നല്ല കിടിലൻ ക്വാളിറ്റി സിംഗിൾ ഓൺഷിപ്പിൽ വെറും 31,000 കിലോമീറ്റർ ഓടിയ റീപ്ലേസ്മെൻറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത 2021 സെപ്റ്റംബർ വണ്ടിയാണ്. നല്ല കിടിലൻ കണ്ടീഷനിൽ വരുന്ന വാഹനമാണ്. വൈറ്റ് കളറിൽ KL 20 രജിസ്ട്രേഷനിൽ ഫാൻസി നമ്പറിൽ വരുന്ന വാഹനം. ഈ വാഹനം ഞങ്ങളിൽ സെയിലിന് വന്നിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ വാഹനം സ്റ്റോക്ക് അവൈലബിൾ അല്ല. കസ്റ്റമറുടെ വീട്ടിലാണ് ഈ വാഹനം കിടക്കുന്നത്. എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് വിളിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കസ്റ്റമറുടെ ഡയറക്റ്റ് നമ്പർ തരും. നിങ്ങൾക്ക് വീട്ടിൽ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഹനമാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ഇതിൽ ഹെഡ്ലൈറ്റിൽ നമ്മുടെ ക്രോം ഫിനിഷിംഗ് കമ്പനിയിൽ നിന്ന് തന്നെ ഇന്ത്യയിൽ വരുന്ന ടൈപ്പ് ഒരു GX വാഹനമാണ്. 2021 ആയതുകൊണ്ട് തന്നെ ന്യൂ ഷേപ്പിൽ വരുന്ന ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വേറെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കമ്പനി അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നൊരു മോഡൽ. അതുപോലെ തന്നെ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കാം. ഇൻറ്റീരിയറിൽ കമ്പനിയിൽ നിന്ന് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സൈഡ് മിറർ, ഫോൾഡിംഗ് മിററാണ് വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവൽ AC ആണ് വരുന്നത്. അതുപോലെ തന്നെ കോ ഡ്രൈവർ എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു 8 സീറ്റർ വാഹനമാണ്. നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ. നമുക്ക് ബാക്ക് സീറ്റ് നോക്കിയാലോ. ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് യാത്ര ചെയ്യുന്നത് ബാക്ക് സീറ്റിലിരുന്നാണ്. അപ്പോൾ ഇത് ഒരു 8 സീറ്റർ വാഹനമായതുകൊണ്ട് ബാക്കിൽ ഒരു ബെഞ്ച് സീറ്റാണ് വരുന്നത്. അതിൽ പോലും ഹാൻഡ് റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ റൂഫ് AC കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതാണ് മോഡൽ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സീറ്റിലും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു ഇതാണ് വരുന്നത്. ഇതിന് എൻജിൻ റൂം നോക്കിയാലോ. എൻജിൻ റൂമിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറിജിനാലിറ്റി ആയിട്ട് തന്നെ ഉണ്ട്. വേറെ ഇതിൽ നോർമലി പൊടി പിടിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വാഷ് ചെയ്ത് കഴുകി ഒന്നും കൊണ്ടിട്ടിട്ടില്ല. ഇത് കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെഹിക്കിളാണ്. 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടോ ആ ക്വാളിറ്റി നമുക്ക് ഈ എഞ്ചിനിൽ കാണാം. ഒന്ന് പൊളിച്ചിട്ട് പോലുമില്ല. ഒരു ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പുത്തൻ എഞ്ചിനാണ്. ബോണറ്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ റൈഡിങ്ങിൽ നമുക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഗിയറാണ് വരുന്നത്. ഏകദേശം 12-13 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് ആൾറെഡി കാണിക്കുന്നുണ്ട് എത്ര കിലോമീറ്ററാണ് ആവറേജ് മൈലേജ് എന്നുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്യുള്ളൂ. ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് തിരുവനന്തപുരം വെള്ളായണിയിലാണ്. ഈ വാഹനത്തിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഇന്നോവ ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ജെന്യുവിൻ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കസ്റ്റമർ നമ്പർ ഡയറക്റ്റ് തരും. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു നെഗോഷിയേഷനിൽ എത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.